പപ്പടത്തിന്റെ പേര് അടിയുണ്ടാക്കാൻ മാത്രമല്ല, രാവിലെ വിശക്കുന്ന മനുഷ്യർക്ക് നല്ല ഇഡ്ഡലിയും സാമ്പാറും നല്ല ചട്നിയും പിന്നെ ഇടിയപ്പവും ഒക്കെ കൊടുക്കാനും ഞങ്ങൾക്കറിയാം. കൊല്ലത്തെ അറിയുക കൊല്ലം കണ്ടിട്ടുണ്ടാ? നിങ്ങൾക്ക് ഇല്ല വേണ്ടിട്ടാ. അപ്പൊ കൊല്ലത്ത് നിങ്ങൾ വന്നോളിൻ, രാവിലെ നല്ല ഭക്ഷണം കഴിച്ചോളിൻ, രാവിലെ പൊക്കോളിൻ. ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭക്ഷണങ്ങളൊക്കെ 10 രൂപയ്ക്ക് 20 രൂപയ്ക്കൊക്കെ കൊടുക്കുമെങ്കിൽ എത്ര സുന്ദരമായിരുന്നേ അല്ലേ? നമ്മുടെ സംസ്ഥാനം അങ്ങനെ പൂർണ്ണമായിട്ടും ദാരിദ്ര്യ വിമുക്തമായിട്ടുള്ള സംസ്ഥാനമാവുകയാണ് പ്രിയപ്പെട്ടവരെ. സന്തോഷമുള്ളൊരു കാര്യമാണ് അല്ലേ? 16,000-ഓളം കുടുംബങ്ങളാണ് പട്ടികയിൽ അവസാനമായിട്ടുണ്ടായിരുന്നത്. ഈ നവംബർ 1-ാം തീയതി ആകുമ്പോഴേക്കും പൂർണ്ണമായിട്ടും ദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് നമ്മൾ മാറും എന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ മാറാൻ ഇതൊക്കെ വലിയ മാറ്റവുമാണ്. 10 രൂപയ്ക്ക് 3 ഇഡ്ഡലി സാമ്പാർ ചട്നി, കൊള്ളാം, പൊളിച്ചു അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ, കൊല്ലം ഭാഗത്തുണ്ടെങ്കിൽ നിങ്ങൾ അവിടേക്ക് പോവുക. കൊല്ലത്തേരുടെ ഇഡ്ഡലിക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, അതൊരു സൂപ്പർ ഇഡ്ഡലിയാണ്. പാലക്കാട്ടുകാരുടെ ഇഡ്ഡലിയാണ് ഏറ്റവും മനോഹരമായ ഇഡ്ഡലി എന്നാണ് പാലക്കാട്ടുകാർ പറയുന്നത്. പക്ഷേ കൊല്ലത്തേക്ക് വന്നാലുള്ള ഇഡ്ഡലിയുടെ ഒരു പ്രത്യേകത, അത് വീടുകളിൽ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയുണ്ട്. നമ്മളിതിനെ ചില സഞ്ചയന ഇഡ്ഡലി എന്നൊക്കെ പറയും നാട്ടിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയന്തരത്തിന് കിട്ടുന്ന ഇഡ്ഡലി. ആ ഇഡ്ഡലിയുടെ ഒരു പ്രത്യേകത, അതിനകത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, അതിനകത്ത് ഇഞ്ചി ഇടും, പച്ചമുളക് ഇടും, അതേപോലെ ഈ എന്താ പറയുക, ഈ ഇലയ്ക്കകത്ത് വെച്ചാണ് ചിലപ്പം ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നത്. കറിവേപ്പില ഇടും. ചില ആൾക്കാരൊക്കെ ഈ വടക്കൻ കേരളത്തിൽ നിന്ന് വന്നു നോക്കും, ഇതൊന്നൊന്നിടെ പച്ചക്കറി മുഴുവൻ ഇഡ്ഡലിക്കകത്ത് ഇട്ടേക്കുന്ന എന്ന് ചോദിക്കും. പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നല്ല സാമ്പാറും ഇഡ്ഡലിയും ചട്നിയും കൂടി ഇങ്ങനെ കഴിക്കാനുള്ളൊരു ടേസ്റ്റ്.